ലഹരിക്കെതിരെ ആഞ്ഞടിച്ച് ഓപ്പറേഷൻ തൂഫാൻ. പെരുമ്പാവൂരിലെത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ഉജ്ജ്വലമായ വരവേൽപ്പ്. തൂഫാൻ ജാഗരൺ റാലിയിലും ഫാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിലും ആയിരങ്ങൾ പങ്കെടുത്തു. ലഹരി വ്യാപനം തടയാൻ നഗരത്തിൽ പ്രത്യേക പോലീസ് കൺട്രോൾ റൂം തുറക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കൾ ആരോഗ്യം നശിപ്പിക്കുമെന്നും കുടുംബങ്ങളെ തകർക്കുമെന്നും എന്റെ രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സമായി മാറുമെന്നും എനിക്ക് ബോധ്യമുണ്ട്. ലഹരിക്കെതിരെ ആഞ്ഞടിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പെരുമ്പാവൂരിലും. ലഹരിയുടെ വ്യാപനം തടയാൻ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പ്രചരണാർത്ഥം പെരുമ്പാവൂരിലെത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നാട്ടുകാർ ഉജ്ജ്വലമായ വരവേൽപ്പ് ഒരുക്കി. കനത്ത മഴ വകവയ്ക്കാതെ തൂഫാൻ ജാഗരൺ ലഹരി വിരുദ്ധ റാലിയിൽ ആയിരങ്ങൾ അണിനിരന്നു. ഓപ്പറേഷൻ തൂഫാൻ ജാഗരൺ റാലി ഓഡിറ്റോറിയത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ പോലീസ് മേധാവി ഇവരെല്ലാം ചേർന്ന് നേതൃത്വം കൊടുത്തുകൊണ്ട് ബഹുമാനനായ ശ്രീ രമേശ് ചെന്നിത്തല അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവരുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവർ ഉദ്ഘാടനം ചെയ്ത് കേരളത്തിന്റെ ചരിത്രമായി മാറിയ മറ്റ് സംസ്ഥാനങ്ങളും ഇപ്പോൾ ഏറ്റുവാങ്ങിയ ലഹരിക്കെതിരെയുള്ള കേരളത്തിന്റെ കൊടുങ്കാറ്റ് ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഫണ്ടിന്റെ അമരക്കാരൻ പ്രിയങ്കരനായ കേരളത്തിന്റെ ബഹുമാന്യനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒപ്പം സംസ്ഥാന പോലീസ് മേധാവി ശ്രീ രവാഡ ചന്ദ്രശേഖർ. മന്ത്രിക്കൊപ്പം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്നതോടെ ലഹരിക്കെതിരെയുള്ള പടയൊരുക്കമായി മാറി റാലി. ബാൻഡ് സംഘം ലഹരി വിരുദ്ധ സന്ദേശ ആലേഖനം ചെയ്ത വർണ്ണ ഹൈഡ്രജൻ ബലൂണുകളുമായി കുട്ടികൾ, അധ്യാപകർ, NCC സ്കൗട്ട് കേഡറ്റുകൾ, പൊതുപ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മസേന എന്നിവരും റാലിയിലുണ്ടായിരുന്നു. ഫാസ്റ്റ് ഓഡിറ്റോറിയം നടന്ന സമ്മേളനം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. സ്പെഷ്യൽ ബ്രാഞ്ച് എല്ലാ വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. എല്ലാ ഇന്റലിജൻസ് വിഭാഗങ്ങൾ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ, ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. പെരുമ്പാവൂരിൽ നിന്നാണ് 18 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചത്. അതും ASP താമസിക്കുന്ന ഫ്ളാറ്റിന്റെ മുകളിലത്തെ ഒരു ഫ്ളാറ്റ് എടുത്ത് അതിനേക്കാൾ വലിയ സുരക്ഷിത സ്ഥലം കണ്ടെത്താനില്ല. അതിന്റെ മുകളിലാണ് താമസിച്ചുകൊണ്ട് ഈ കച്ചവടം നടത്താൻ ആഗ്രഹിച്ചു. കാസർഗോഡ് മിഠായികൾ ക്ലീൻ കമ്പനി എന്ന് പറയുന്ന ഒരു ബോർഡ് വെച്ചൊരു കമ്പനി പ്രവർത്തിക്കുക. പോലീസിന്റെ അന്വേഷണത്തിൽ ഇത് ഇതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അവിടെ മയക്കുമരുന്ന് മിഠായികൾ ഉണ്ടാക്കുക. പോലീസ് പിടിച്ചപ്പോൾ ആയിരക്കണക്കിന് മിഠായികളാണ് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് അവിടെ നിർമ്മിച്ചത്. അത് മുഴുവൻ പോലീസ് പിടിച്ചെടുത്തു. അവരെ ജയിലിനകത്താക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കണം നമ്മൾ എവിടെ നിൽക്കുന്നു. ലഹരിയിൽ നിന്നും നാടിനെ മോചിപ്പിക്കാൻ നാട് ഒരുമിച്ച് കൈകോർത്ത് നിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ലഹരി വ്യാപനം തടയാൻ പെരുമ്പാവൂരിൽ പ്രത്യേക പോലീസ് കൺട്രോളും തുറക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. യോഗത്തിൽ മനോജ് മൂത്തേടൻ MLA അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹനാൻ MP, VP സജീന്ദ്രൻ MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ KN സംഗീത, കോപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV സുനിൽ, മുൻ MLA എൽദോസ് കുന്നപ്പിള്ളി, സംസ്ഥാന നോഡൽ ഓഫീസർ റവാഡ ചന്ദ്രശേഖർ, ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസർ പുട്ട വിമലാദിത്യ, റൂറൽ SP സുദർശൻ KS, നേതാക്കളായ TM സക്കീർ ഹുസൈൻ, O ദേവസി തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ലഹരി വ്യാപനം നമ്മളെല്ലാം ആശങ്കാജനകരാണ്. ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും രക്ഷകർത്താക്കളാണ്. നമുക്കൊരു ആശങ്കയുണ്ട്, മറ്റൊന്നുമല്ല. നമ്മുടെ കുട്ടികൾ പുറത്തു പോയാൽ എങ്ങനെയാണ് അവർ തിരിച്ചു വരുന്നത്? നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തുന്നതിന്റെ കുഴപ്പമുണ്ടല്ല. പുറത്തു പോകുന്ന കുട്ടികളെ കലാലയത്തിന്റെ കവാടത്തിൽ ചെറുപ്പക്കാർ ഒത്തുകൂടുന്ന നാൽക്കവലകളിൽ, സങ്കേത സ്ഥലങ്ങളിൽ അവരെ വലവീശാൻ, അവരിലൂടെ ലഹരി വ്യാപനം നടത്താൻ ശ്രമിക്കുന്ന വലിയ ഒരു സംഘം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു. ബഹുമാനായ രമേശ് ചെന്നിത്തല പറഞ്ഞു, അവരെ കണ്ടെത്തുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. പെരുമ്പാവൂർ നമുക്കറിയാം, പത്രവാർത്തകൾ വരുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്നു. ഒരു ദിവസം പത്രത്തിൽ നമ്മൾ കണ്ട ഒരു ചെറുപ്പക്കാരൻ സ്വന്തം അമ്മയെ വെട്ടിക്കൊന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു, നീ എന്തിനാണ് സ്വന്തം അമ്മയെ വെട്ടിക്കൊന്നത്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വാർത്തയാണ് കൊലപാതകത്തെക്കാൾ നമ്മുടെ മനസ്സിൽ ഞെട്ടലുണ്ടാക്കിയത്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് ജന്മം തന്നതിന്റെ പ്രതികാരം ഞാൻ നടത്തിയതാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.